ചില കാര്യങ്ങളെ പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത്. സത്യമാണ്. 1-2 ദിവസമായിട്ട് ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ തക്കാളിയെ ഒന്ന് ഹാങ് ചെയ്ത് നിർത്തണം, ഒന്ന് കെട്ടിത്തൂക്കണമെന്ന്. അതാണ് ശരിക്കും പറഞ്ഞുള്ള വേർഡ്. പക്ഷേ മടി കാരണവും പല തിരക്കുകൾ കാരണവും ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തു. അതിന് തക്കതായ മറുപടി ഭൂമി തന്നെ തന്നു. ഹലോ, വെൽക്കം ബാക്ക്. ഇന്നലെ ഇവിടെ തിരുവനന്തപുരത്ത് നല്ല കാറ്റും മഴയായിരുന്നു. കണ്ടോ, ഇവന് ഞാനൊരു കമ്പ് കെട്ടി കൊടുത്തിരുന്നു. പക്ഷെ അവനത് മാത്രം പോരാ, ആ കാറ്റത്ത് അവൻ്റെ തണ്ട് പെടന്നു പോയി. തക്കാളിയുടെ തണ്ടുകൾക്ക് അധികം ശക്തിയില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ദേ ഇവിടുന്നും ഇവൻ തളർന്നു. ഇനി ഇവരെ എല്ലാവരെയും ഞാൻ കെട്ടിത്തൂക്കി നിർത്താൻ പോവാം. വലിയ ഡാമേജ് സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഇവരൊക്കെ നേരെ ആയിക്കോളും. ഇവിടെ നിൽക്കുന്ന ഇവർക്കും എല്ലാം ഒരു ചായ്വ് വന്നു, ആരും താഴെ വീണില്ല. അപ്പം പിന്നെ ഇവരെ എല്ലാവരെയും ഇന്ന് കെട്ടിത്തൂക്കിയേക്കാം. സോ ഇവരെ കെട്ടിത്തൂക്കാനായിട്ടേ ആദ്യം നമുക്ക് ഇവരെ കെട്ടേണ്ട കയറ് റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ നമ്മുടെ ഈ പന്തലിൽ ഇതേ ഈ കയറിനെ ഇവിടെ കെട്ടിവെച്ചു. ഇനി ഇവിടെ നിന്നെടുത്ത് നമ്മുടെ പനിനീർ ചാമ്പയുണ്ട്. അപ്പോൾ ഈ ചാമ്പയിലോട്ട് നമുക്ക് ഒന്ന് കൊളുത്തിയിടാം. അടുത്ത കെട്ടി ഇവിടെയാക്കാം. അപ്പോൾ ഒരു അയ പോലെയായി. ഇനി ഈ അയയിലേക്ക് ഓരോരുത്തരെ വലിച്ചു കെട്ടിയെടുക്കാം. ഇങ്ങനെ ഇടയ്ക്ക് ഓരോ ചെറിയ മരങ്ങൾ നിൽക്കുന്ന ഭയങ്കര അഡ്വാൻറ്റേജാണ്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നൊരു കയറ് കെട്ടണമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവരെ ഒരു സപ്പോർട്ടായിട്ട്, ഒരു തൂണായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ആ എൻഡ് നമ്മുടെ പന്തലയിലാണ്, ഈ എൻഡ് നമ്മുടെ പനിനീർ ചാമ്പയിലുമാണ്. അയ റെഡിയായി. ഇനി ഓരോരുത്തരെയായിട്ട് കെട്ടിത്തൂക്കാം. സോ ഇനി നമുക്ക് നമ്മുടെ വീണ് കിടക്കുന്നവരെ പൊക്കി എണീപ്പിക്കാം. അതിനായിട്ട് നമ്മളെടുത്തിരിക്കുന്ന കയറ് ഒരറ്റം ദേ ഇവിടെ ഒരു പതുക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് കെട്ടുക. ഇവരുടെ തണ്ടുകൾക്ക് തീരെ ബലക്കുറവാണെന്നുള്ളത് അറിയാമല്ലോ. ഈ തക്കാളിയുടെ തണ്ട് നമ്മളൊന്ന് തൊട്ടാൽ മതി, അത് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ മയത്തിലായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അവരെ വേദനിപ്പിക്കരുത്. ഓക്കെ. അതിനുശേഷം ഈ കയറെടുത്ത് നമ്മൾ നമ്മുടെ അയയിലേക്ക് കെട്ടുവാണ്. അങ്ങനെ വീണ് കിടക്കുന്നയാളെ നമ്മൾ പൊക്കി എണീപ്പിച്ചു. കണ്ടാ, ദേ ആൾ പൊങ്ങി വന്നു. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതൊരാളെ കെട്ടി. അപ്പോൾ ഞാൻ ഈ കയറിനി മുറിക്കുന്നില്ല. ഈ അറ്റം അടുത്ത ആൾ കൂടെ ഒന്ന് കെട്ടിക്കൊടുത്തേക്കാം. കാരണം ഈ പുള്ളിയും എപ്പോൾ വേണേ താഴെ വീഴും. മുകളിലോട്ട് പോകും തോറും ഇവരുടെ ഇലയുടെ വെയിറ്റും പിന്നെ കാകൾ വന്നു കഴിയുമ്പോൾ കാകളുടെ വെയിറ്റും എല്ലാം കൂടെ ആകുമ്പോൾ ഇവർക്ക് താങ്ങി നിൽക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണം. ആദ്യമേ ഇവർ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് കമ്പ് വെച്ച് സപ്പോർട്ട് മതി, ഒരു ഊന്നുവടി പോലെ. പക്ഷേ പിന്നെ ഒരു മുകളിലോട്ട് പോയി കഴിയുമ്പോൾ അവരെ കെട്ടി തൂക്കി തന്നെ ഇടണം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പല ടെക്നിക്സും കാണും ഇപ്പോൾ. ഇതിനൊക്കെ പുതിയ പുതിയ മോഡേൺ ടെക്നിക്സ് കാണും. ഇത് ഈസി വേ ആണ്, എനിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണിത്. സോ ഇന്നലത്തെ കാറ്റും മഴയത്തും വീണുപോയവർ ഇനിയും ഇവിടെയുണ്ട്. അവർക്ക് കൂടെ നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാം. ഇതാണ്ടേ, ഇത് നല്ലപോലെ കായ്ച്ചു വരുന്ന ഒരെണ്ണമാണ്. അപ്പം ഇതിനെ കൂടെ നമുക്ക് ഈ കയറെ ഹാങ് ചെയ്ത് നിർത്താം. പിന്നെ എൻ്റെ തക്കാളിക്കൊന്നും അധികം സക്കേഴ്സ് ഇല്ല കേട്ടോ. അതുകൊണ്ട് സക്കേഴ്സിനെ ഒന്നും മുറിച്ച് കളയേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വലിയ ബലം കൊടുക്കാതെ വേണം ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്താനായിട്ട്. ബലം കൊടുത്തു കഴിഞ്ഞാലോ അപ്പം ഇവർ മുറിഞ്ഞും പോകും. നമ്മൾ ഈ തണ്ടയിൽ പിടിക്കുമ്പം തന്നെ അവരുടെ മണത്തിനൊക്കെ വ്യത്യാസം വരും. ഞാൻ മിക്കപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ കയറ് മുറിക്കില്ല. മുറിക്കാതെ 1-2 തണ്ടുകൾ കൂടെ
ഈ കയറെ തന്നെ അറ്റാച്ച് ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ അയയിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഇനി എവിടെയെങ്കിലും നമുക്ക് ഈ അയയായിട്ട് അടുത്ത് നിൽക്കാൻ പറ്റുന്ന ഇതുണ്ടോ അങ്ങോട്ടുകൂടെ ഇവനെ നമ്മൾ കൊടുക്കും. പക്ഷേ ഇവിടെ ഒന്നുമില്ല. ഇതെല്ലാം അങ്ങ് ദൂരെയാണ് ഇനിയുള്ള രണ്ടുപേർ നിൽക്കുന്നത്. അവർ രണ്ടുപേരും വേണമെങ്കിൽ ഒന്നിച്ച് കെട്ടാം. അപ്പോൾ ഇവിടെ വെച്ച് കയറങ്ങ് മുറിച്ചേക്കാം. ഇനി ഇതിനെ ഇവിടെ കെട്ടിയിടാം. അങ്ങനെ ഇവനെ നമ്മൾ നേരെ നിർത്തിയിരിക്കുകയാണ്. ഹാങ് ചെയ്ത് നിർത്തിയിരിക്കുന്നു, കെട്ടി തൂക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കിനി വലിയ പ്രശ്നം വരില്ല. ഇനി അടുത്ത ആ സെക്ഷനാണ്. അടുത്തത് ഈ സെക്ഷനിലുള്ളവരാണ്. അതെ, ഇവർക്ക് വലിയ കേടുപാട് പറ്റിയിട്ടില്ല, ഒന്ന് ചെറുതായിട്ട് ചാഞ്ഞതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ മുറിഞ്ഞു പോയിരുന്നെങ്കിൽ എൻ്റെ ചങ്ങ് തകർന്നേനെ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. ഇതൊരു പാഠം തന്നെയാണ് കേട്ടോ. ചില കാര്യങ്ങളൊന്നും പിന്നത്തേക്ക് മാറ്റി വെക്കരുതെന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു പാഠം തന്നെ. ഇവനെ ഇങ്ങനെ നമുക്ക് കെട്ടി നിർത്തിയിട്ട് ഈ ബാക്കിയുള്ള അറ്റത്ത് ഇവനെ കൂടെ വലിച്ചു കെട്ടാം. മറച്ച് പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ കയറ് ഞാൻ മുറിക്കുന്നില്ല. ഇത് തന്നെ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് കൊടുത്ത് ഒന്ന് ചുറ്റിയെടുത്ത് നമ്മൾ കെട്ടുവാണ്. ഇനി നമുക്ക് ഇങ്ങോട്ടെടുത്ത് കെട്ടാം. ഈ കയറ് ഞാൻ മുറിക്കാത്തതിൻ്റെ കാരണം ഇനിയും ആൾക്കാർ ഇതുപോലെ വളർന്നു വരുമ്പോൾ നമുക്ക് ഇനിയും കെട്ടേണ്ടി വരും. അപ്പോൾ ഇത് മുറിച്ച് കളയണ്ട, നമുക്ക് ഈ എക്സ്റ്റൻഷൻ എടുത്തിട്ട് ഓരോ സൈഡിൽ കെട്ടി കൊടുത്താൽ മതി. യെസ്, അങ്ങനെ ഞാൻ എല്ലാവരെയും ഒരു താങ്ങ് കൊടുത്തും ഒന്ന് കെട്ടിത്തൂക്കിയും ഒക്കെ അവരെ നേരെ നിർത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. എല്ലാവരെയും ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി ഒരു ചെറിയ കാറ്റോ മഴയോ ഒന്നും വന്നാലും ഇവർക്കൊന്നും സംഭവിക്കില്ല. ഇവർ സ്ട്രോങ് ആയിട്ട് ഈ വള്ളിയിൽ പിടിച്ച് നിന്നോളും. ഇതൊക്കെയാണ് എൻ്റെ തോട്ടത്തിൽ ഞാൻ ചെയ്യുന്ന പൊടിക്കൈകൾ. ഇങ്ങനെ പല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഉണ്ട്. ഓരോന്നും പറഞ്ഞു തരാം. സ്റ്റേ ട്യൂൺഡ്.